إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أوصيكم وإياي أولا بتقوى الله فاتقوا الله يا عباد الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നശ്വരമായ ഈ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും റബ്ബിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ച് തഖ്വയിലധിഷ്ഠിതമായി ജീവിക്കണമെന്ന് ആദ്യത്തിൽ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും സ്വർഗം ലക്ഷ്യം വെച്ചും പരലോകം ലക്ഷ്യം വെച്ചും പ്രവർത്തനങ്ങൾ ചെയ്യുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത സന്ദർഭങ്ങളിലുമുള്ള സുഖാസ്വാദനങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആഗ്രഹം, മനുഷ്യൻ്റെ ഇഷ്ടം, അത് എല്ലാ കാര്യങ്ങളിലും സുഖം കണ്ടെത്തുക, ഓരോ കാര്യത്തിലും ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളതിലാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, താൻ ആഗ്രഹിക്കുന്ന സുഖസൗകര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് സമ്പത്ത് ചിലവഴിക്കുന്ന ആളുകളെ ഈ ദുനിയാവിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസി, ഒരു മുഅ്മിൻ, അവൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ ആസ്വാദനങ്ങളും അവൻ ഈ ദുനിയാവിൽ അടക്കി നിർത്തി പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. പരലോകത്ത് അവൻക്ക് ഇതിനേക്കാൾ എത്രയോ നല്ല സുഖസൗകര്യങ്ങളും ആസ്വാദനങ്ങളും ലഭിക്കുമെന്ന് ഒരു മുഅ്മിൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒരു മുഅ്മിന് സ്വർഗത്തിൽ പോയാൽ ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ, ഇന്ന് നാം ഭൂമിയിൽ അനുഭവിക്കുന്ന പല ആസ്വാദനങ്ങളുടെയും പരിപൂർണത, അതിൻ്റെ ഏറ്റവും ഉച്ചിയിലെ ഒരവസ്ഥ അത് സ്വർഗത്തിൽ വെച്ചാണ് ലഭിക്കുക. അങ്ങനെ ആ ഒരു രൂപത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വർഗത്തിലെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. സ്വർഗത്തിൽ നമുക്ക് വലിയ വലിയ കൊട്ടാരങ്ങൾ, വലിയ വലിയ ഭവനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദൻ, സ്ഥിരവാസത്തിനുള്ള സ്വർഗീയാരാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക്
വിശിഷ്ടമായ പാർപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ കാണാം, വഹും ഫിൽ ഖുറുഫാതി ആമിനൂൻ. ഈമാനുള്ളവർ, മുഅ്മിനീങ്ങൾ, അവർ ആ സ്വർഗത്തിൽ ഉന്നത സൗധങ്ങളിൽ ആമിനൂൻ, നിർഭയരായിക്കൊണ്ട് അവർ ആ ഉന്നത സൗധങ്ങളിൽ കഴിയുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നാം പരിശോധിക്കുമ്പോൾ ഈ ഭവനങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർണത്തിലും വെള്ളിയിലുമുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് സ്വർഗത്തിലെ ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ പെയിൻറ്റ്, സ്വർഗത്തിലെ വീടുകളുടെ പെയിൻറ്റ് എന്നുള്ളത് കസ്തൂരിയാണ്. അതിലെ കൽപ്പൊടിയാകട്ടെ അത് മുത്തും മാണിക്യവുമാണ്. അതിലെ മണ്ണ്, സ്വർഗീയ ഭവനങ്ങളിലെ മണ്ണ് എന്നുള്ളത് അത് കുങ്കുമവുമായിരിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മഹദി ഖദീജ റളിയല്ലാഹു അൻഹക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് സന്തോഷവാർത്ത അറിയിച്ചപ്പോൾ ആ വീടിനെക്കുറിച്ച് അതിൻ്റെ വിശേഷണം പറഞ്ഞതായി ഹദീസ് നമുക്ക് കാണാം. ലാ സഖബ ഫീഹി വലാ നസബ. ആ ഭവനങ്ങളിൽ, സ്വർഗീയ ഭവനങ്ങളിൽ യാതൊരു ശബ്ദകോലാഹലമോ അല്ലെങ്കിൽ യാതൊരു ക്ലേശമോ പ്രയാസമോ ഒന്നുമില്ല എന്ന് ഹദീസിൽ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഈ സ്വർഗീയ ഭവനങ്ങൾ നേടിയെടുക്കുവാൻ നാം ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ട് നാം വലിയ പ്ലാനൊക്കെ വരച്ച് നമുക്ക് ആവശ്യമുള്ള രൂപത്തിലൊരു വീട് ഉണ്ടാക്കിയെടുത്താലും എന്നാലും അതിലൊരു പോരായ്മ, ഇത് ഇവിടെയല്ല വേണ്ടിയിരുന്നത്, ഇത് കുറച്ച് ഇപ്പുറത്ത് വേണ്ടിയിരുന്നത്, ഇതിന് വലിപ്പം പോരാ, അങ്ങനെ ഒരുപാട് പരാതികൾ പലപ്പോഴും പലരും പറയും. ഈ ദുനിയാവിൻ്റെ അവസ്ഥ എന്നുള്ളത് അങ്ങനെ ഒന്നും പരിപൂർണമാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടകങ്ങളിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും ഇല്ലാത്ത, ഈ പ്രയാസങ്ങളില്ലാത്ത, യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത, നമുക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭവനം നൽകുന്നത് സ്വർഗത്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ നാം ഓരോരുത്തരും ആ സ്വർഗത്തിലെ ഭവനങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ സ്വർഗത്തിലെ ഭവനങ്ങൾ നേടിയെടുക്കുവാൻ കാരണമാകുന്ന ഒരുപാട് അമലുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. ഒന്നാമതായി സ്വർഗത്തിൽ ഭവനങ്ങൾ നേടിയെടുക്കുവാൻ നാം ചെയ്യേണ്ടത്, നമുക്ക് ഈമാൻ ഉണ്ടാകണം, സത്യവിശ്വാസം ഉണ്ടാകണം, തൗഹീദ് ഉൾക്കൊള്ളണം. അതോടൊപ്പം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടരണമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി. വിശ്വസിച്ചവർ, സത്യവിശ്വാസം കൈകൊണ്ടവർ, വഅമിലുസ് സൽപ്രവർത്തനങ്ങൾ ചെയ്തവരാരോ, ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഗുറഫ. അവർക്ക് ഉന്നത സൗധങ്ങളിൽ, സ്വർഗത്തിലെ ഉന്നത സൗധങ്ങളിൽ നാം താമസ സൗകര്യം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ബിദ്അത്തുകളില്ലാതെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ എന്ത് പ്രവർത്തനങ്ങളും അത് റസൂൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, റസൂൽ ഇങ്ങനെയാണ് അവിടെ ചെല്ലിയത്, റസൂൽ ഇങ്ങനെയാണ് കാണിച്ചു തന്നത്, ആ ഒരു രൂപത്തിൽ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ഉന്നത സൗധങ്ങളിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭവനങ്ങൾ നൽകുമെന്നുള്ളതാണ്. സ്വർഗത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിലെ വലിയ വലിയ വീടുകൾ ലഭിക്കാൻ കാരണമാകുന്നൊരു പ്രവർത്തനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബന മസ്ജിദൻ ലില്ലാഹ് ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലഹു. ആരെങ്കിലും ഒരുവൻ അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ, അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളി അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് കൊണ്ടൊരാൾ നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലഹു, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അതുപോലെ വലിയൊരു ഭവനം നിർമ്മിച്ച് നൽകുമെന്നുള്ളതാണ്. നമുക്ക് നിത്യേന നമ്മുടെ ജീവിതത്തിൽ പള്ളിയുടെ ആവശ്യത്തിന്, പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് പലരും നമ്മെ സമീപിക്കാറുണ്ട്. നമ്മുടെ വാട്സപ്പുകളിലെല്ലാം അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൽ പിരിവെല്ലാം നാം കാണാറുണ്ട്. എന്നാൽ പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് ചിലരെല്ലാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, ഒരു പള്ളി മുഴുവൻ നിർമ്മിക്കണമെന്നും ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മറിച്ച് ഒരു പക്ഷിയുടെ കൂട്, അതിൻ്റെ അത്ര ഗ്യാപ്പ് സ്ഥലം പോലും പള്ളിക്ക് വേണ്ടി നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ അത് നമുക്ക് നാളെ ഖബറിൽ വലിയ പ്രതിഫലമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം കാരണം ഒരു പള്ളി നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മാണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്
നമ്മളാൽ കഴിയുന്നൊരു വിഹിതം കൊടുത്ത് നാം മരണപ്പെട്ടു പോയാലും ആ പള്ളിയിൽ തുടർന്ന് അങ്ങോട്ട് ജമാഅത്തുകൾ നടക്കുമ്പോൾ, ഖുത്ബകൾ നടക്കുമ്പോൾ, ഖുർആൻ ക്ലാസ്സുകൾ നടക്കുമ്പോൾ, ആ പള്ളി കേന്ദ്രീകരിച്ച് മദ്രസകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലം നാം മരിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നുള്ളൊരു ചിന്തയാണ് നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ഒരു രൂപത്തിൽ പള്ളിയുടെ നിർമ്മാണത്തിൽ ഭാഗവാക്കാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ നമുക്ക് വീട് നൽകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സ്വർഗത്തിൽ വീടുകൾ ലഭിക്കാൻ കാരണമാകുന്ന മറ്റൊരു പ്രവർത്തനം, നാം ശീലിച്ചെടുക്കേണ്ടതായിട്ടുള്ളൊരു പ്രവർത്തനം, നമ്മുടെ ജീവിതത്തിൽ നിത്യേന 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ പതിവാക്കുക എന്നുള്ളതാണ്. 5 നേര ഫർദ് നിസ്കാരത്തോടനുബന്ധിച്ചുള്ള 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറഞ്ഞതായി കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല 12 റക്അത്തൻ ഫീ യൗമിൻ വലൈല, ഒരു ദിവസം 12 റക്അത്ത് ആറ് നിസ്കരിച്ചോ, അതായത് റവാത്തിബ് നിസ്കാരമായ 12 റക്അത്തുകൾ നിസ്കരിച്ച ഒരുവൻ ബുനിയ ലഹു ബിഹിന്ന ബൈത്തും ഫിൽ ജന്ന, അയാൾ അത് നിസ്കരിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ ഒരു വീട് അയാൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുമെന്നുള്ളതാണ്. മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെയാണ് 12 റക്അത്ത് എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 റക്അത്തിൻ ഖബ്ല ളുഹുർ, ളുഹുറിന് മുമ്പുള്ള 4 റക്അത്ത്, വ റക്അത്തൈനി ബഅദഹ, ളുഹുറിന് ശേഷമുള്ള 2 റക്അത്ത്, വ റക്അത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത്, വറക്കഅത്തൈനി ബഅദൽ ഇശാ, ഇശായിന് ശേഷമുള്ള 2 റക്അത്ത്, വറക്കഅത്തൈനി ഖബ്ലൽ ഫജ്ർ, ഫജ്റിന് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്. ഈ 12 റക്അത്ത് ഒരാൾ പതിവാക്കിയാൽ, അയാളുടെ ജീവിതത്തിൽ ഫർദിന് പുറമെ ഇത്തരത്തിലുള്ള സുന്നത്തുകൾ പതിവാക്കിയാൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ അശ്രദ്ധയിൽ നിസ്കാരം കഴിഞ്ഞ് ചിലപ്പോൾ ദിക്റുണ്ടാകില്ല, ദിക്റ് ചൊല്ലിയാലും മറ്റ് തിരക്ക് പറഞ്ഞ് നാം നിസ്കരിക്കാതെ, റവാത്തിബ് നിസ്കരിക്കാതെ എഴുന്നേറ്റ് പോകാറുണ്ട്. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ റസൂലിനെ സ്നേഹിക്കുന്നവരായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട സുന്നത്തുകളാണ് ഇതെല്ലാം. സുബഹിക്ക് മുമ്പുള്ള സുന്നത്തിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞത് റക്അത അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് എന്നുള്ളത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവിനേക്കാളും ഈ ദുനിയാവിലുള്ള എല്ലാ സകല വസ്തുക്കളേക്കാളും ഖൈറാണ് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ ഒരു ശീലം നാം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ സ്വർഗത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിക്ർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ദിക്ർ ഒരുവൻ ചൊല്ലിയാൽ, അങ്ങാടിയിൽ വെച്ച് ആ ദിക്ർ ഒരുവൻ ചൊല്ലിയാൽ അയാൾക്ക് സ്വർഗത്തിൽ വീട് ലഭിക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഫി സൂഖി, ഒരാൾ അങ്ങാടിയിൽ വെച്ച് ഇപ്രകാരം ചൊല്ലുകയാണ്, എന്നിട്ട് ദിക്ർ പഠിപ്പിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ അങ്ങാടിയിൽ വെച്ച് ഒരാൾ ചെയ്യൽ, ഈ ദിക്ർ നമുക്ക് നമ്മുടെ ദിക്റിൻ്റെ കിതാബുകളിലും നമ്മുടെ ഫോണുകളിലെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അത് പഠിച്ച് കാണാപാഠം പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ ഒരു രൂപത്തിൽ ഈ ദിക്ർ ഒരാൾ അങ്ങാടിയിൽ വെച്ച് ചൊല്ലിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കതബല്ലാഹു ലഹു അൽഫ അൽഫ ഹസന, ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തും. വ മഹാ അൻഹു അൽഫ അൽഫ സയ്യിഅ, ആ വ്യക്തിയിൽ നിന്ന്, ആ വ്യക്തിയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും. വ ബനാ ലഹു ബൈതൻ ഫിൽ ജന്ന, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, സാധനം വാങ്ങാനും മറ്റും അങ്ങാടിയിലേക്ക് പോകുമ്പോൾ പിശാച് നമ്മെ പലതും തെറ്റിപ്പിക്കും. നമ്മുടെ നോട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പലതിലേക്കും നാം നോക്കും. അങ്ങനെ പിശാചിൻ്റെ ഒരു വിളയാട്ടമായ കേന്ദ്രമാണ് അങ്ങാടികൾ, പുറത്തിത്ര ഇടപഴകുന്ന സന്ദർഭങ്ങൾ എന്നുള്ളത്. അവിടെയെല്ലാം അള്ളാഹുവിനെ ഓർക്കുവാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ ചെല്ലുവാനെല്ലാം നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം തൗഫീഖിനെ ചോദിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശ്രേഷ്ഠമായൊരു കർമ്മം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക്, നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്, പക്ഷേ പലപ്പോഴും പലരും അശ്രദ്ധയിലാണ്. അത് ചെയ്യുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വീട് ഒരുക്കി കൊടുക്കുമെന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ, തൻ്റെ സുഹൃത്തിനെ, തൻ്റെ ആദർശ സുഹൃത്തിനെ അവൻ രോഗിയായതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ ആദർശക്കാരാണ്, ഞങ്ങൾ രണ്ടുപേരും മുസ്ലിമാണ്, ഇസ്ലാമിൻ്റെ പേരിൽ, ഈമാനിൻ്റെ പേരിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ആദർശത്തിൻ്റെ പേരിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന പേരിൽ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയാൽ അത് വളരെ ഖൈറായ ഒരു കർമ്മമാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോകുന്ന വ്യക്തിയോട്, ആ വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും,
ത്വിബ്ത വത്വാബ മംശാഖ്, നീ നല്ലത് ചെയ്തു, നീ നിൻ്റെ നടത്തം നന്നാക്കി, അതായത് സുഹൃത്തിനെ സന്ദർശിക്കാൻ പോകുന്ന നടത്തം നന്നാക്കി. വതബവ്വഅത മൻസിലൻ ഫിൽ ജന്ന, നിനക്ക് വേണ്ടി നീ സ്വർഗത്തിൽ ഒരു വീട് ഒരുക്കി എന്നും അയാളോട് പറയപ്പെടുമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കിടയിലുള്ള ബന്ധങ്ങൾ അത് കെട്ടുറപ്പുള്ളതാക്കാൻ, ഊഷ്മളമാക്കുവാൻ പലപ്പോഴും ചില പ്രശ്നങ്ങളെല്ലാം കുറേ സംസാരിച്ചാൽ തീരും. ഒരുപാട് സംസാരിച്ചാൽ ചില രോഗികൾക്ക് അവരാരെയും കാണാൻ വന്നിട്ട് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിനൊരു ആശ്വാസമാണ്. ഈ ഒരു രൂപത്തിൽ രോഗികളെ സന്ദർശിക്കുവാനോ തൻ്റെ ആദർശ സുഹൃത്തിനെ സന്ദർശിക്കുക എന്നതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നാം പരിശോധിക്കുമ്പോൾ ചില പ്രത്യേക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ചില പ്രത്യേക പ്രവർത്തനങ്ങൾ, 4 പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. അത് ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ വളരെ വിശേഷിക്കപ്പെട്ട ഭവനങ്ങളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഖുറഫ്, സ്വർഗത്തിൽ ചില മുറികളുണ്ട്, ചില ഭവനങ്ങളുണ്ട് സ്വർഗത്തിൽ. തുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ വ ബുതൂനുഹാ മിൻ ളുഹൂരിഹാ, അതിൻ്റെ അകം പുറത്തു നിന്നും പുറം അകത്തു നിന്നും കാണാവുന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാവുന്ന വളരെ ഭംഗിയിലുള്ള, നമുക്ക് ചിന്തിക്കാനോ നമുക്ക് സങ്കല്പിക്കുന്നത് പോലെയല്ല സ്വർഗത്തിലെ ഭവനങ്ങൾ. അത്രയും ഭംഗിയുള്ള ഭവനങ്ങൾ ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് അവിടെ സദസ്സിലുണ്ടായിരുന്ന ഒരു ആറാബി എഴുന്നേറ്റ് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ ആർക്കാണ് ഈ വീട് ലഭിക്കുക, ആരാണ് അതിന് അർഹർ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലിമൻ അതാബൽ കലാമ വ അത്അമ അത്അമ വ അദാമ സിയാമ വ സല്ല ലില്ലാഹി ബില്ലൈലി വന്നാസ് നിയാം. 4 കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലിമൻ അതാബൽ കലാം, തൻ്റെ സംസാരം നന്നാക്കിയ വ്യക്തിക്ക് എന്നുള്ളതാണ്. ഒരു മുസ്ലിമിൻ്റെ, ഒരു മുഅ്മിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് അവൻ്റെ സംസാരം വളരെ സൗമ്യതയോടു കൂടിയായിരിക്കും. ആരെയും വേദനിപ്പിക്കാതെ, ആർക്കെതിരെയും കുത്തുവാക്ക് പറയാതെ, പരദൂഷണമില്ലാതെ, ഏഷണയില്ലാതെ, തെറികൾ പറയാതെ, അശ്ലീലങ്ങൾ പറയാതെ, കളവ് പറയാതെ, നല്ലത് മാത്രം പറയുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിമിൻ്റെ ഗുണമാണ് തൻ്റെ സംസാരം നന്നാക്കുക, നല്ലത് മാത്രം പറയുക എന്നുള്ളത്. ആ വ്യക്തികൾക്കാണ് ഈ വീട് ലഭിക്കുക. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അത്അമ അത്അം, മറ്റുള്ളവരെ ഭക്ഷിപ്പിച്ചവർ എന്നുള്ളതാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ, അതിൽ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഒരുപാട് ആളുകളുണ്ടാവും. ചിലപ്പോൾ അവർക്കൊരു നേരത്തെ ഭക്ഷണം അത് ലഭിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ ലോകത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് ആരും അറിയാതെ പൈസ അയച്ചു കൊടുത്ത് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലെല്ലാം ഭാഗവാക്കാക്കി മറ്റുള്ളവരെയും ഭക്ഷിപ്പിക്കുന്നവർക്കാണ് ഈ വീടുകൾ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞത് വ അദാമ സിയാം, നോമ്പ് നിലനിർത്തിയവർ എന്നുള്ളതാണ്. നമുക്കറിയാം റമദാനിലെ നിർബന്ധമായ നോമ്പുകൾ, അതിന് പുറമെ ഒരുപാട് നോമ്പുകൾ, സുന്നത്തായ ഒരുപാട് നോമ്പുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മുഹറമിലെ താസുഅ, ആശുറ അത് നമുക്ക് കഴിഞ്ഞുപോയി. എന്നാൽ അതിന് പുറമെ എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിലുള്ള നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. തിങ്കളും വ്യാഴവുമുള്ള നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇത്തരത്തിൽ ഒരുപാട് സുന്നത്തായ നോമ്പുകളുണ്ട്. സഹോദരങ്ങളെ, റമദാനിൽ മാത്രമല്ല നാം കുറേയധികം ഇബാദത്ത് ചെയ്യേണ്ടത്. എപ്പോഴും ഒരുപാട് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നോമ്പുകൾ, സുന്നത്തായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം സുന്നത്തായ നോമ്പുകളും നമ്മുടെ ജീവിതത്തിൽ ഭാഗവാക്കാക്കുവാനാണ് പരിശ്രമിക്കണം. ആ ഒരു രൂപത്തിൽ നോമ്പ് നിലനിർത്തിയവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഭവനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാലാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസല്ല ലില്ലാഹി ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കവേ രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ച വ്യക്തി എന്നുള്ളതായിരുന്നു. നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്നുള്ളത് അത് 5 നേരം ഫർദ് ജമാഅത്ത് നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ 5 നേരം നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്നുള്ളത് അത് രാത്രിയിലെ നിസ്കാരമാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ 1/3 അവസാന സമയത്ത് നമ്മുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന്, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാം, എന്നോട് പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം, എന്നോട് പാപമോചനം തേടൂ, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാമെന്ന് അള്ളാഹു പറയുന്ന ആ സമയത്ത് നമ്മുടെ പുതപ്പുകൾക്കുള്ളിൽ, നമ്മുടെ ഫാനിൻ്റെ അടിയിൽ പുതപ്പുകൾക്കുള്ളിൽ നാം ഉറങ്ങുകയാണെങ്കിൽ പിന്നെ എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുവാൻ നാം സമയം കണ്ടെത്തുക എന്ന്
സഹോദരങ്ങളെ ഗൗരവപൂർവ്വം നാം ചിന്തിക്കേണ്ടതുണ്ട്. ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ നമ്മെ ആരും കാണുന്നില്ല, നമുക്ക് ഇഖ്ലാസോട് കൂടി നിസ്കരിക്കുവാൻ സാധിക്കും. ആ ഒരു രൂപത്തിൽ ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കവേ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വ്യക്തികൾക്കും സ്വർഗ്ഗത്തിൽ ഇത്തരത്തിലുള്ള ഭവനങ്ങളുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ നല്ല നല്ല ഗുണങ്ങൾ സംസാരം നന്നാക്കിയും നോമ്പ് നിലനിർത്തിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഭക്ഷണം കൊടുത്ത് അതുപോലെ തന്നെ രാത്രി നിസ്കാരം പതിവാക്കി ഈ പ്രവർത്തനങ്ങളെല്ലാം ജീവിതത്തിൽ ഭാഗവാക്കാക്കി ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുവാനും സ്വർഗീയ ഭവനങ്ങൾ നേടിയെടുക്കുവാനും വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين له الحمد الحسن والثناء الجميل وأشهد أن لا إله إلا الله وحده لا شريك له يقول الحق وهو يهدي السبيل وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه أجمعين أما بعد أوصيكم وإياي ثامنيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത്, സ്വർഗത്തിൻ്റെ ഉന്നത ഭാഗത്ത്, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ താഴ്ഭാഗത്ത് വ്യത്യസ്ത ഭാഗങ്ങളിൽ വീടുകൾ ഞാൻ തരാം, നിങ്ങൾ ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന ഒരു കാര്യം പറയുന്നത് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കൂട്ടരെക്കുറിച്ച് പറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ ഫി റബദിൽ ജന്ന, സ്വർഗത്തിൻ്റെ താഴ്വാരത്ത്, സ്വർഗത്തിൻ്റെ താഴ്ഭാഗത്ത് ഞാനൊരു വീട് ഉറപ്പ് നൽകുന്നു. ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖ, ന്യായം തൻ്റെ ഭാഗത്തായിട്ടും തർക്കത്തെ ഉപേക്ഷിക്കുന്നവന് ഞാൻ സ്വർഗത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു വീട് ഉറപ്പ് നൽകുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ ഒരു ന്യായവുമില്ല, നിലവിൽ ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുകയാണ്, തമ്മിൽ തല്ലാൻ. കോളേജുകളിലും വിദ്യാർത്ഥികളിലും കൗമാരപ്രായക്കാരിലുമെല്ലാം അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതെന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ തമ്മിൽ തല്ലുകയും ഒരുപാട് അടിപിടി ഉണ്ടാക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, ഈ ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തൻ്റെ ഭാഗത്താണ് ന്യായമെന്നുണ്ടായിട്ടും അള്ളാഹുവിന് വേണ്ടി തർക്കത്തെ ഉപേക്ഷിക്കുക. അത് ബന്ധത്തിൽ കോട്ടമുണ്ടാകും, ബന്ധം വഷളാകും എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ന്യായം എൻ്റെ ഭാഗത്തായിട്ടും അവനക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുക, അവനക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ തർക്കത്തെ ഉപേക്ഷിക്കുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വബിബൈത്തിൻ ഫീ വസതിൽ ജന്ന, സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു. ലിമൻ തറക്കൽ കദിബ വ ഇൻ കാന മാസിഹ, തമാശക്കാണെങ്കിൽ പോലും കളവ് പറയാതെ കളവിനെ ഉപേക്ഷിക്കുന്നവന് ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നുള്ളത് ഒരുപാട് തവണ നമ്മുടെ ജീവിതത്തിൽ കേട്ട കാര്യമാണ്. തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ പലപ്പോഴും അശ്രദ്ധ മൂലമായിരിക്കാം നാം എന്താണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് എന്ന് ചിന്തിക്കാതെ പറയുന്നത് കൊണ്ട് പലപ്പോഴും ചില കളവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി പോകാറുണ്ട്. സഹോദരങ്ങളെ, ആരെയും ചിരിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ചിരിപ്പിക്കുവാൻ വേണ്ടി സംസാരിക്കുകയും അതിൽ കളവ് കൂട്ടിക്കലർത്തുകയും ചെയ്യുന്നവർക്ക് നാശം, അവനക്ക് നാശമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളവുകളെ ഉപേക്ഷിച്ച് അത് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന ബോധത്തോടു കൂടി എപ്പോഴും എത്ര കയ്പുള്ളതാണെങ്കിലും ഖുലിൽ ഹഖ വലൗ കാന മുറ, എത്ര കയ്പുള്ളതാണെങ്കിലും സത്യം മാത്രം പറയുന്ന ഒരു ശീലം നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, വബിബൈത്തിൻ ഫി അഅലൽ ജന്ന, സ്വർഗത്തിൻ്റെ ഉന്നത ഭാഗത്ത് ഞാനൊരു വീട് ഉറപ്പ് നൽകുന്നു. ലിമൻ ഹസ്സന ഖുൽഖഹു, തൻ്റെ സ്വഭാവം നന്നാക്കിയ വ്യക്തിക്ക് സ്വർഗത്തിൻ്റെ ഉന്നത ഭാഗങ്ങളിൽ ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗവുമായി ബന്ധപ്പെട്ട ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ സമൂഹത്തെ തസ്കിയത്ത് ചെയ്യുവാൻ, ഈ സമൂഹത്തെ സംസ്കരിക്കുവാൻ, അവരുടെ സ്വഭാവം നന്നാക്കുവാൻ വേണ്ടിയെല്ലാമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, ഒരു അടിമയെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന 2 കർമ്മമാണുള്ളത്. ഒന്ന് തഖ്വയും ഒന്ന് ഹുസ്നുൽ ഖുൽഖ് അഥവാ സൽസ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ സൽസ്വഭാവത്തെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല മാതൃക, നമുക്കുള്ള വലിയ മാതൃക എന്നുള്ളത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കളോട് നാം പെരുമാറുമ്പോൾ, നമ്മുടെ ഉമ്മയോട് നാം പെരുമാറുമ്പോൾ, നമ്മുടെ ഉപ്പയോട് നാം പെരുമാറുമ്പോൾ, നമ്മുടെ മക്കളോട് പെരുമാറുമ്പോൾ, നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നാം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാരോട് പെരുമാറുമ്പോൾ, നമ്മുടെ വിദ്യാർത്ഥികളോട് പെരുമാറുമ്പോൾ എല്ലാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ്റെ സീറ, ആ പ്രവാചകൻ്റെ ചരിത്രം പഠിച്ച് ആ പ്രവാചകൻ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കണം. ആ ഒരു പരിശ്രമം, അങ്ങനെ സ്വഭാവം നന്നാക്കുന്നവന് സ്വർഗത്തിൻ്റെ ഉന്നത ഭാഗങ്ങളിൽ ഒരു വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പു നൽകുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രവർത്തനങ്ങൾ, ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, എനിക്ക് നിൻ്റെ സ്വർഗത്തിൽ ഭവനങ്ങൾ നൽകണേ, അത് ചെയ്യുവാനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. ഫിർഔനിൻ്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ മഹദി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം. റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, എൻ്റെ റബ്ബേ, നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് നിർമ്മിച്ച് നൽകണേ എന്ന് ആസിയ ബീവി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ, ഈ ഹദീസുകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു വീടല്ല, ഒരുപാട് വീടുകൾ ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തിനാണ് ഇത്രയും വീടുകൾ എന്നുള്ളൊരു ചോദ്യം അപ്രസക്തമാണ്. കാരണം അവിടെയുള്ള ജീവിതം, സ്വർഗത്തിലെ ജീവിതം എന്നുള്ളത് കേവലം 100 വർഷത്തേക്കോ 1000 വർഷത്തേക്കോ ഉള്ള ജീവിതമല്ല, മറിച്ച് അനന്തമായ കാലാകാലം മരണമില്ലാത്ത ജീവിതമാണ് സ്വർഗത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നൈമിഷികമായ ഈ ഭൂമിയിൽ 50 60 വയസ്സ് വരെ ഏറി വന്നാൽ ജീവിക്കുന്ന ഈ ഒരു ഭൂമിയിൽ ഒരുപാട് വീടുകൾ ഉണ്ടാക്കുവാനും കൊട്ടാരങ്ങൾ ഉണ്ടാക്കുവാനല്ല നാം മത്സരിക്കേണ്ടത്, മറിച്ച് സ്വർഗത്തിൽ ഒരുപാട് വീടുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയായിരിക്കണം നാം ഓരോരുത്തരും മത്സരിക്കേണ്ടത്. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ വീടുകൾ അത് അധികരിപ്പിക്കുവാൻ, അതൊരുപാട് ഉണ്ടാക്കുവാൻ വേണ്ടിയായിരിക്കണം നാം മത്സരിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സ്വർഗത്തിലെ വിശേഷണങ്ങൾ അതെല്ലാം കേവലം സങ്കല്പങ്ങളോ അല്ലെങ്കിൽ പെരുപ്പിച്ച് പറയുന്ന കാര്യമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ ലാകിനിൽ ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിച്ചവർ, ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫ്, അവർക്ക് മേൽക്കുമേൽ തട്ടുകളായിട്ടുള്ള മുറികളുണ്ട്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികളൊഴുകും. വഅദല്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ലെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ഈ സ്വർഗീയാരാമങ്ങൾ, ഈ സ്വർഗീയ ഭവനങ്ങൾ, കൊട്ടാരങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കും. ആത്മാർത്ഥമായ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുവാനും സ്വർഗീയ ഭവനങ്ങൾ നേടിയെടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് സുന്നത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസം, ഈ ജുമുഅക്ക് ശേഷം നാം ഒരുപാട് മഗ്രിബ് വരെ നമ്മുടെ ജീവിതത്തിൽ നാം നടക്കുമ്പോഴും നാം യാത്ര ചെയ്യുമ്പോഴെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ആത്മാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചെല്ലുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നാം ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തിന്മകളും പാപങ്ങളും ഗഫാറായ അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കുമെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദാരിദ്ര്യം കൊണ്ടും സാമ്പത്തിക ഞെരുക്കം കൊണ്ടും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റുമാറാകട്ടെ. ഇതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ.
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.